Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നിയമസഭ പിടിക്കാനൊരുങ്ങുകയാണ് മുന്നണികൾ. വോട്ട് ചോർന്നത് എവിടെയെന്ന് അന്വേഷിച്ച് 22 ചോദ്യങ്ങളുമായി ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നു ഇടത് ക്യാമ്പ്. ഓരോ പഞ്ചായത്തിലും താഴെത്തട്ടിലിറങ്ങി കൈമെയ് മറന്ന് പ്രവർത്തിച്ചാൽ തുടർഭരണം സാധ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം നിയമസഭയിലേക്കും ആവർത്തിക്കാനൊരുങ്ങുകയാണ് UDF. ജനുവരിയിൽ സീറ്റ് വിഭജന ചർച്ച നടക്കും. ഫെബ്രുവരി ആദ്യവാരം പ്രകടന പത്രിക അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ നയിക്കുന്ന കേരള യാത്രയോടെ കളം പിടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. അൻവറിനെയും CK ജാനുവിനെയും കൂടെ കൂട്ടി. പക്ഷേ കാമരാജ് കോൺഗ്രസ് വെട്ടിലാക്കി. പ്രഖ്യാപനത്തിനു പിന്നാലെ നിലപാട് മാറ്റിയത് കല്ലുകടിയായി. പുതിയ BJP നേതൃത്വം NDAയിലെ മറ്റ് കക്ഷികളെ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തദ്ദേശത്തിൽ പാളിയതെവിടെയെന്ന് പഠിക്കുകയാണ് BJPയും. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ ഷെയർ പോലും ഇക്കുറി നിലനിർത്താൻ സാധിച്ചതുമില്ല. നിയമസഭയിൽ VIP സീറ്റുകളിൽ പ്രമുഖർ കളത്തിലിറങ്ങുമെന്നാണ് കേൾക്കുന്നത്. സ്ട്രാറ്റജി എങ്ങനെ മാറി മറിയും? നിയമസഭ ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ എന്ത് എന്നാണ് ചോദ്യം. അതിഥികളായി CPM പ്രതിനിധി VPP മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് വാര്യർ, കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ G ഗോപകുമാർ, വലത് നിരീക്ഷകൻ AK അനുരാജ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ചർച്ചയിൽ അധികം അതിഥികൾ ഉള്ളതുകൊണ്ട് നമ്മൾ സമയക്ലിപ്തത പാലിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ആദ്യം വിഷ്ണുപുരം ചന്ദ്രശേഖരനിലേക്ക്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കളുടെ പാർട്ടി കാമരാജ് കോൺഗ്രസിനെ UDFന്റെ അസോസിയേറ്റ് കക്ഷിയായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ VD സതീശൻ പറയുന്നത് താങ്കൾ ഇന്നലെ പോലും പ്രതിപക്ഷ നേതാവിനെ ഫോൺ വിളിച്ച് ഇക്കാര്യം സംസാരിക്കുകയും ഇക്കാര്യം VD സതീശൻ താങ്കളെ അറിയിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ താങ്കൾ നിരസിക്കാതെ UDFന്റെ വിപുലീകരണ പ്രഖ്യാപനം വന്നതിനു ശേഷം നിരസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ ഇക്കാര്യങ്ങളൊന്നും പ്രതിപക്ഷ നേതാവ് അങ്ങേ അറിയിച്ചിട്ടില്ലേ? അല്ല, അദ്ദേഹം പറഞ്ഞ 2 പ്രാവശ്യം അല്ല. ഞാൻ ഇന്നലെ അദ്ദേഹത്തിനെ 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതെന്റെ മൊബൈല് ഉണ്ട്. എടുത്തില്ല. 1 പ്രാവശ്യം അദ്ദേഹത്തിന്റെ PA എടുത്തിട്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യ കാര്യം സംസാരിക്കണം, ഒന്ന് കൊടുക്കണം. അതിന് അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിന്റെ ഒരു കക്ഷി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് NDAയിലുള്ള നിങ്ങളെ ഇതിൽ ഘടകകക്ഷിയാക്കാൻ ചർച്ച നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചർച്ച നമ്മുടെ കാര്യത്തിൽ ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി 10 പ്രാവശ്യം വിളിച്ചു. 8:45 വരെ വിളിച്ചത് സത്യം തന്നെയാണ്. അതിൽ 1 പ്രാവശ്യം VD സതീശൻ എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗൺമാനാണോ PA ആണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. 1 കാൾ എടുത്തിട്ടുണ്ട്. കിട്ടാത്തതുകൊണ്ട് ഞാൻ 9 മണിക്ക് രമേശ് ചെന്നിത്തലയെ വിളിച്ചു. അപ്പോൾ ഞാൻ സ്ഥിരം വിളിക്കാറുണ്ട്. ആ ഫോൺ വിളിച്ചിട്ട് ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം VD സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിൽ, ഔദ്യോഗിക വസതിയിൽ ഞാൻ പോയിരുന്നു. 4-5 ആളുകളുമായിട്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ BJP കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന് പറഞ്ഞൊരു ഇത് എഴുതി. അത് ചാനൽ വാർത്തയ്ക്കായി കുറച്ച് ചാനലുകൾ എൻ്റെ ബ്രൈറ്റൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് എന്നെ കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്ര മെച്ചമൊന്നും അല്ല, അതിലും പ്രശ്നങ്ങളുണ്ട്, നമുക്കും പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ന് പറഞ്ഞ ഇന്നലെയും വിളിച്ചു എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമല്ല 10 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കിട്ടിയിട്ടില്ല. 1 പ്രാവശ്യം പേഴ്സണൽ സ്റ്റാഫാണോ ഗൺമാനാണോന്ന് എനിക്കറിയില്ല. ഞാൻ UDFന്റെ ഘടകകക്ഷിയെ വരാൻ ആഗ്രഹിക്കുന്നില്ല. കാമരാജ് കോൺഗ്രസിനെ നിങ്ങൾ UDF ഘടകകക്ഷിയെ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണം, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. ഒരു യോഗത്തിലായിരുന്നു. എന്നിട്ട് 9 മണിയായപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ എനിക്ക് ഇത് ധരിപ്പിക്കാൻ വിളിക്കണമെന്നുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതായത് UDFന്റെ അസോസിയേറ്റ് കക്ഷിയായി കേരള കാമരാജ് കോൺഗ്രസിനെ പ്രഖ്യാപിക്കുന്ന തീരുമാനം താങ്കളെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇല്ല, അതില് ഇന്ന് രാവിലെ അതുപോലെ തന്നെ 2 ചാനലിലുള്ള ആളുകൾ ഇങ്ങനെ നിങ്ങളെ പരിഗണിക്കുന്നല്ലോ, ഞാൻ അത് വാർത്ത കൊടുക്കട്ടെ എന്ന് 2 ചാനലുകാർ, ഞാൻ പേര് പറയുന്നില്ല, എന്നോട് ഞാൻ പറഞ്ഞല്ല, അങ്ങനെ ഇല്ല, ഞാൻ ചാനൽ കണ്ടില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് ചാനൽ കണ്ടു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ കണ്ടപ്പോഴേ എൻ്റെ പേര് ഇങ്ങനെ എഴുതി കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു
പാർട്ടിയിലെ ഒരു വലിയ ആളിനെ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന് അപ്പോഴെന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. എൻ്റെ പേരിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അരമണിക്കൂറിൽ പത്രസമ്മേളനം നടത്തും. എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. സണ്ണി ജോസഫിനാണോ വിളിച്ചത് ആ സമയത്ത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല രമേശ് ചെന്നിത്തല അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരാരും അത് നിഷേധിക്കാൻ പറ്റൂല. രമേശ് ചെന്നിത്തലയാണോ? ഇല്ല, ഞാനത് ഓപ്പൺ ചർച്ചയെ പറയുന്നില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ എടുത്തു. ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ എഴുതി കാണിക്കുന്നു. CK ജാനുവും അൻവറും വിഷ്ണുപുരം ഒക്കെ ഇങ്ങനെ വരുന്നു എന്ന് എഴുതി കാണിക്കുന്നു. എൻ്റെ പേര് ആവശ്യമില്ലാതെ പത്രസമ്മേളനത്തിൽ പറയരുത്, ഞാൻ അതിന് തയ്യാറുമല്ല, എങ്കിൽ ഞാൻ തിരിച്ചു പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പ് നൽകിയതായിട്ട്, അപേക്ഷ നൽകിയതായിട്ട് ഏതെങ്കിലും തെളിവ് പുറത്തുവിടാൻ താങ്കൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു അപേക്ഷ താങ്കൾ ഒരു ഘട്ടത്തിലും രേഖാമൂലം കൊടുത്തിട്ടില്ല. ഈ 3-4 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ വാക്കാൽ പറഞ്ഞതാണ് NDAയിൽ ചില അതൃപ്തിയൊക്കെ ഉണ്ട്, അതിനും അപ്പുറത്തേക്ക് UDFൽ എടുക്കണമെന്നോ UDFിൻ്റെ കക്ഷിയാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. VD സതീശൻ പറഞ്ഞത് UDFിൻ്റെ അസോസിയേറ്റ് കക്ഷിയായിട്ട് വരാൻ മടിയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൃപ്തി, അങ്ങനെയാണെങ്കിൽ വരേണ്ടതില്ല എന്നുള്ളതാണ്. UDF കക്ഷിയായി തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വരുമായിരുന്നോ? അല്ല, ഞാനിപ്പോഴും പറയാമല്ലോ, NDAയിൽ അവരുടെ ഒരു വലിയ ഏട്ടൻ മനോഭാവത്തിൽ ഘടകകക്ഷിയൊക്കെ എല്ലാവർക്കും അതൃപ്തി ഉള്ളതുപോലെ എനിക്ക് കുറച്ച് കൂടുതൽ അതൃപ്തിയുണ്ട്. പക്ഷേ ഒരു മുന്നണിയിൽ നിന്ന് വേറൊരു മുന്നണിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതിന് പല ചർച്ചകളുണ്ടാവില്ലേ, പലതും സീറ്റാവട്ട് അല്ലെങ്കിലുള്ള പല അങ്ങനെ ചർച്ചകളുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, അവരെൻ്റെ അടുത്ത് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഞാനാണ് VD സതീശൻ്റെ വീട്ടിലേക്ക് വലിഞ്ഞ് അങ്ങോട്ടാണ് ഞാൻ പോയത്. ഞാനാണ് ഈ എല്ലാ കക്ഷികളുടെയും ഞാൻ പറഞ്ഞ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ ഒക്കുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് അത്ര പ്രശ്നം ഇപ്പം ഇല്ല. എന്നിട്ട് ചാനലുകളിൽ കൂടിയാണ് അറിയണത്, ഈ റിപ്പോർട്ടർമാർ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആധികാരിപ്പെട്ട ഒരാളെ അപ്പോഴും ഞാൻ അറിയിച്ചു, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഞാൻ അതിന് മറുപടി പറയും. കാരണം ഇപ്പോൾ തദ്ദേശം NDA പലതും തൂത്തുവാരി കഴിഞ്ഞു. വിജയസാധ്യത പറയുന്നു. 100 സീറ്റുകളിലേക്ക് പോലും ഒരുപക്ഷെ UDF പോയേക്കാം. NDAയേക്കാൾ എന്തുകൊണ്ടും താങ്കൾക്ക് രാഷ്ട്രീയമായ പ്രയോജനം ലഭിക്കുക UDFിലേക്ക് വരുമ്പോഴല്ലേ? എന്താണ് താങ്കൾ ആ തീരുമാനം എടുക്കാത്തത്? അതൃപ്തി ഉണ്ടെങ്കിൽ NDA അല്ലേ? അത് സ്വാഭാവികമായിട്ട് അതിന് പല ചർച്ചകളും അതൊക്കെ വേണ്ടിയിട്ടുണ്ട്. രണ്ടാമത്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ പ്രസിഡന്റുമാരെ നാളെയാണ് വിളിച്ചിരിക്കുന്നത്. അവരവരുടെ ഒരു മീറ്റിങ്ങിൽ ഈ ഇലക്ഷൻ വിലയിരുത്തൽ നടത്തണം. ഇലക്ഷനിൽ ഇവിടെ പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്ത് കോർപ്പറേഷനിൽ ഒരേ ഒരു സീറ്റാണ് നമുക്ക് തന്നത്. ആ സീറ്റിൽ അവിടെ BJPക്ക് 2400 വോട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കും അവിടെ ചില സംവിധാനങ്ങളുണ്ട്, ചെറിയ സംവിധാനം, VSDPക്കും അങ്ങനെയൊക്കെ. ശരി. ആ വോട്ടുകളൊക്കെ അതിൽ വന്നപ്പോൾ മൊത്തം വോട്ട് അത് 1035 കുറഞ്ഞു. തലേ ദിവസം 2400 വോട്ട് കിട്ടുമെന്നുള്ള എഴുതിയത്, ഈ വോട്ട് അങ്ങോട്ട് പോയത്. ശരി. അപ്പൊ ഇന്ത്യയിൽ അതൃപ്തിയുണ്ട്. സാങ്കേതികമായി മാത്രമാണ് താങ്കൾ UDFിലേക്ക് ഇല്ലാത്തത്. ഒരുപക്ഷെ പാർട്ടിയിൽ നാളെ ചർച്ച നടന്നാൽ UDFിലേക്കില്ല എന്ന് പറഞ്ഞുകൂടാ? അല്ല, UDFിലേക്ക് എന്ന് പറയാൻ ഞാൻ അങ്ങനെ പോവേണ്ട ഇപ്പോഴത്തെ സാഹചര്യം ഇല്ല. കാരണം എനിക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ റിപ്പോർട്ട് ഇന്ന് എനിക്കറിയാം. ആ പൂവച്ചൽ ജില്ലാ ഡിവിഷനിൽ എൻ്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചു. അയാൾക്ക് വേണ്ട വിധം ആരും വോട്ടിട്ടില്ല, അയാൾക്ക് പരാതിയുണ്ട്. ഇനി കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഉള്ള ആളുകളൊക്കെ നാളെ വരും. വരുമ്പോഴും വസ്തുനിഷ്ഠമായ ഒന്ന് വിലയിരുത്തേണ്ടത് നമ്മുടെ ആവശ്യം. ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള വിഷയമൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല. എനിക്കിപ്പോ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അങ്ങനെ അങ്ങ് പോവേണ്ട ഒരു ആവശ്യം ഇപ്പൊ ഇതിനകത്ത് എനിക്കില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഈ എന്നെ വലിഞ്ഞ് കയറി വന്ന് UDFുകാർ എന്നെ സമീപിച്ചതൊന്നും അല്ല, ഞാൻ അങ്ങോട്ട് പോയി സമീപിച്ചതാണ്. അതിൽ അവര് പരസ്യമാക്കിയിരുന്നു. അപ്പോൾ UDF ധരിച്ചത് താങ്കൾ UDFിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ താങ്കൾ VD സതീശനെ പോയി കണ്ടതും അതൃപ്തി അറിയിച്ചതുമെല്ലാം. അതല്ലെങ്കിൽ താങ്കൾ അതൃപ്തി അറിയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എങ്കിൽ പിന്നെ ഒപ്പം പോന്നോട്ടെ, ഇന്ത്യയിൽ നിന്നുള്ള 2 കക്ഷികളെ ഒപ്പം കൂട്ടാമെന്ന് UDF ചിന്തിച്ചു, താങ്കളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷേ താങ്കൾ അവസാന നിമിഷം ഈ മനംമാറ്റം നടത്തിയത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും
മനം മാറ്റമൊന്നും എനിക്കില്ലല്ലോ. അത് ഞാൻ അറിയണമായിരുന്നു. ഞാൻ സാങ്കേതികത്വം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ 2 പ്രാവശ്യം വിളിച്ചു ഒന്ന്. UDF-ലേക്ക് പോകുന്നതിന് മറ്റ് രാഷ്ട്രീയ സാങ്കേതികത്വമൊന്നുമല്ല, പോകാത്തതിന് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളില്ല. ഇപ്പോൾ ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കുകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഈ NDA മുന്നണിയുടെ കക്ഷിയായി തന്നെ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അല്ല, NDA-യിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. NDA-യിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പല കാര്യങ്ങളിലും ഇടപെട്ട് പരിഹരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പൊ ഈ സ്ഥലത്തില്ല, 25-ാം തീയതി വരുമ്പോൾ അദ്ദേഹത്തിനെയും കണ്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ. നിലവിൽ താങ്കൾ NDA-യിലാണ്. രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷയുണ്ട്. NDA-യുടെ ഭാഗമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് താങ്കളുടെ ആഗ്രഹം, ശരിയല്ലേ? അതെ തന്നെ. ശരി, ഓക്കെ, കാര്യങ്ങൾ വ്യക്തമാണ്. സന്ദീപ് വാര്യർ, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉണ്ട്. ഞാൻ ഒന്ന് കോൺഗ്രസ് പ്രതിനിധി നമുക്കൊപ്പമുണ്ട്, സന്ദീപ് വാര്യർ. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മനസ്സറിയാതെ കേരള കാമരാജ് കോൺഗ്രസിനെ ക്ഷണിച്ചതൊരു തിരിച്ചടിയായോ, ഒരു കല്ലുകടിയായോ? 3 പേരെ അസോസിയേറ്റ് കക്ഷിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളെ ഘടകകക്ഷിയാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതോടുകൂടി ഒന്ന് ശോഭയൊന്ന് മങ്ങിയോ? അരുൺ, ഇവിടെ ഇപ്പോൾ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ ഏറെക്കുറെ പൊതുസമൂഹത്തിന് വ്യക്തമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൃത്യമായ ബോധ്യമില്ലാത്ത, കൃത്യമല്ലാത്ത, വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു വാക്കല്ല, അരവാക്ക് പോലും പറയുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് UDF-നകത്ത് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് എന്ന് സൂചിപ്പിച്ചല്ലോ പിന്നീട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൽ എവിടെയും ഫുൾ സ്റ്റോപ്പുകളൊന്നുമില്ല. രാഷ്ട്രീയം ഒരു തുടർച്ചയാണ്. ഇവിടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയിൽ നിന്നോ അദ്ദേഹം നിലപാട് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം അങ്ങോട്ടാണ് UDF നേതാക്കളെ സമീപിച്ചത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. NDA-ക്കകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ UDF നേതാക്കളുമായി കന്റോൺമെൻറ്റ് ഹൗസിലൊക്കെ പോയി ചർച്ച നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടന്നിരിക്കുന്ന ചർച്ച എന്തായിരിക്കും? ഇപ്പോൾ ഒരു NDA-ക്കകത്തൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത്, പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് കന്റോൺമെൻറ്റ് ഹൗസിൽ പോകാൻ അവിടെ ഏതെങ്കിലും തരത്തിൽ കൗൺസിലിംഗ് സെൻ്റർ നടത്തുന്നില്ലല്ലോ. വിഷമം ഉണ്ടാകുന്ന ആളുകളെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ അവിടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് മുന്നണിക്കകത്ത് ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണമല്ലോ. ശ്രീ രമേശ് ചെന്നിത്തലയെ കാണുന്നതും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണുന്നതുമൊക്കെ സമാനമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണമല്ലോ. ഇതൊക്കെ സാമാന്യേന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻറ്റഗ്രിറ്റി ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി കൂടി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൽ താല്പര്യമില്ലെങ്കിൽ അവർക്ക് പോകാവുന്നതാണ്. അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ. അതല്ലാതെ അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ കൂടുതൽ ഈ ഒരു മണിക്കൂർ ചർച്ചയ്ക്കപ്പുറം എന്തെങ്കിലും ഒരു പ്രാധാന്യം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്കുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഞാനൊന്ന് CPM പ്രതിനിധിയിലേക്ക് കൂടി പോകുന്നു. മുസ്തഫ, 100 സീറ്റുകൾ പിടിച്ച് തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസമാണ് ഇന്നും പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. UDF-ന്റെ വിപുലീകരണം 2 കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്ന് NDA-യിൽ നിന്ന് വന്ന CK ജാനു, മറ്റൊന്ന് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്. ഇത് അസോസിയേറ്റ് കക്ഷിയാണെങ്കിൽ പോലും അത് നൽകുന്ന സന്ദേശം ചെറുതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആ അർത്ഥത്തിൽ രാഷ്ട്രീയ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, മുന്നണി വിപുലീകരണത്തിലും അത് സാധ്യമാക്കിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ UDF-ന്റെ ക്യാമ്പിലേക്ക് വരികയാണ്. വോട്ട് UDF-ന്റെ പെട്ടിയിലേക്ക് ഒഴുകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസമാണുള്ളത്. LDF-ന് ഇനി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ച് കരകയറി വരിക സാധ്യമാണോ മുസ്തഫ? താങ്കൾ ഉപയോഗിച്ച അരുണെ ഈ UDF-ന്റെ ആത്മവിശ്വാസം ആണല്ലോ നമ്മൾ ഇന്നിപ്പോൾ കണ്ടത്. ഇത്രയേറെ വലിയ മുൻതൂക്കവും വിജയമൊക്കെ കിട്ടിയിട്ട് 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വരാൻ പോകുന്നവരുടെ ആത്മവിശ്വാസം ശരിയായ വീക്ഷണത്തിൻ്റെയും കൃത്യമായ വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പറയുന്ന ഒരു ഗതികേടിലെത്തൂലല്ലോ. അപ്പോൾ അവരിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആത്മവിശ്വാസമല്ല, എങ്ങനെയും അധികാരം പിടിക്കുന്നതിന് വേണ്ടി എന്താണ് കുറുക്കു വഴികൾ, നേരായ വഴികളല്ല, അതിൻ്റെ പരക്കം പാച്ചിലാണ്. ആ പരക്കം പാച്ചിലിൽ ചെന്നുപെടുന്ന അബദ്ധമല്ലേ നമ്മൾ കാണുന്നത്. അരുണ്ട കയ്യിൽ ആരുടെയെങ്കിലും അഡ്രസ്സോ വിലാസോ ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ അടുത്ത ദിവസം അവരും UDF-ലെ ഘടകകക്ഷിയാവും, അല്ലെങ്കിൽ പോകുന്നത് UDF-ലേക്കല്ലേ? അല്ല, ഇങ്ങനെ
അല്ല അതെ അല്ല അവരൊക്കെ അങ്ങനെയാണല്ലോ പോവുക. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെല്ലാം കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥ. ഇത്ര വലിയ വിജയമൊക്കെ നേടി ഞങ്ങൾക്കിനി വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞവർ ഇങ്ങനെയല്ലല്ലോ. പി വി അൻവറിനെ കുറിച്ച് നേരത്തെ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ള സാഹചര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ മുന്നിൽ അന്ന് പി വി അൻവറിനെ കുറിച്ച് എടുത്ത നിലപാടുകൾ അറിയാമല്ലോ. ഇന്നിപ്പോൾ പി വി അൻവർ മഹാമേരു ആവുന്നത് എങ്ങനെ, ഒരു 100 സീറ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് UDF സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയ കക്ഷിയായിട്ട് മാറുന്നത് എങ്ങനെ, അദ്ദേഹത്തിന്റെ പാർട്ടി മാറുന്നത് എങ്ങനെ, CK ജാനുവിന്റെ ആളുകൾ, CK ജാനു ഒക്കെ തീർച്ചയായിട്ടും ചരിത്രപരമായിട്ട് എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ ആദിവാസി സമൂഹത്തെ CK ജാനുവിനെ ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ പാർട്ടിയുടെ ആളുകളാണ് അവർ ഭരണത്തിലിരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു കക്ഷി വീണ്ടും ഭരണത്തിൽ വരണമെന്നാണ് ജാനു ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിലെ താല്പര്യം കാണട്ടെ. അന്ന് വീർത്ത മുഖവുമായിട്ട് നിൽക്കുന്ന CK ജാനുവിനെ, പോലീസിന്റെ മർദ്ദനമേറ്റ് വീർത്ത മുഖവുമായി നിൽക്കുന്ന CK ജാനുവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ആരിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറെ കാലമായിട്ട് NDAയുടെ കൂടെ സഹവസിച്ച ആളുകൾ ഇവരെല്ലാമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ അപ്പുറത്ത് അസംതൃപ്തിമാണല്ലോ. അദ്ദേഹം നേരത്തെ ഇറക്കിയ പ്രസ്താവനയെ പറഞ്ഞത് എന്താ, 14 വയസ്സ് മുതൽ സ്വയം സേവകനാണ് അദ്ദേഹം. NDAയിലെ വെറുമൊരു ഘടകകക്ഷി മാത്രമല്ല, NDA നയിക്കുന്ന BJPയുടെ അടിസ്ഥാന തലമായിട്ടുള്ള RSSന്റെ താല്പര്യമുള്ളയാളാണ് അദ്ദേഹമൊക്കെ. അത്ര പെട്ടെന്ന് അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു അസംതൃപ്തിയുടെ പുറത്ത് ഇറങ്ങി വരുമോ? ആ സ്വയം സേവകന്റെ മനസ്സും അതിന്റെ ആശയവുമല്ലേ അദ്ദേഹത്തിനുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. സത്യസന്ധമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തൊരു പരക്കം പാച്ചിലാണ് ശ്രീ VD സതീശൻ നടത്തുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയും മുഖ്യമന്ത്രി പദം കിട്ടണം. അത് കോൺഗ്രസിനകത്ത് മറ്റു പല സംഗതികളും ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവരുടെ പാർട്ടിയിലെ ഉൾക്കാര്യം. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവം ഇതല്ലേ. ഇങ്ങനെ 100 സീറ്റ് കിട്ടും എന്ന് വലിയ അഹങ്കാരത്തോടു കൂടി പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ എല്ലാമുള്ള പാർട്ടികൾ, വഴിയെ പോകുന്ന ആളുകളെ എല്ലാം വിളിച്ചിട്ട് ഞങ്ങളുടെ മുന്നണിയിൽ ചേർത്തു എന്ന് പറയേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് എത്ര ദയനീയമായൊരു സാഹചര്യമാണ്. പക്ഷെ നോക്കൂ VP മുസ്തഫ, നമ്മുടെ മുന്നിലെ കണക്കുകളില്ലേ, ഗ്രാമപഞ്ചായത്തുകൾ വഴിമാറി, മുനിസിപ്പാലിറ്റികൾ വഴിമാറി, കോർപ്പറേഷനുകൾ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ജില്ലാ പഞ്ചായത്തിൽ 7 എണ്ണം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. മലപ്പുറത്ത് വാഷ് ഔട്ടായി. ന്യൂനപക്ഷ ഇടങ്ങളിലെല്ലാം തന്നെ വോട്ടുകൾ LDFനെതിരായിട്ട് കേന്ദ്രീകരിച്ചു. ഈ വസ്തുതയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 90 ദിവസം മുമ്പ് തദ്ദേശത്തിൽ UDFന് അനുകൂലമായിട്ട് ഒഴുക്കുണ്ടെന്ന് അവർ കരുതുന്നു. UDFനോടൊപ്പം നിന്നവരെ സഹകരിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം. മുന്നണി മര്യാദ പാലിക്കല്ലേ ചെയ്തത് VD സതീശൻ. പുറത്ത് നിർത്തേണ്ടവരല്ല PV അൻവറും CK ജാനുവും. അവർ വരണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഒപ്പം കൂട്ടും. തീർച്ചയായിട്ടും പിണറായി സത്തിനെതിരെയല്ലേ PV അൻവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയവും. അല്ല, അരുൺ കുറച്ചുകൂടി ആഴത്തിൽ രാഷ്ട്രീയം അറിയുന്ന ആളല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പിണറായിസം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടായതല്ലല്ലോ, അതിനു മുമ്പേ ഉള്ളതല്ലേ. അവരതിനെതിരെ പ്രഖ്യാപനം, പിണറായിയെ ഇനി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി, ഇതാണല്ലോ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ മുന്നണിയിൽ കൂട്ടാതിരുന്നത്? അദ്ദേഹം നേരത്തെ തന്നെ അപേക്ഷയുമായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. നിങ്ങൾക്ക് അറിയാലോ, നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് ബൈ ഇലക്ഷൻ തൊട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. ആ അപേക്ഷയെ എന്തുകൊണ്ടാണ് ഇപ്പൊ മാത്രം ഈ വൈകിയ വേളയിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു 90 ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കെ മാത്രം പരിഗണിക്കാൻ തോന്നിയത്? അപ്പൊ നിങ്ങൾ പറഞ്ഞ വിജയമുണ്ടല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മുൻതൂക്കം, ഞങ്ങൾ നിശ്ചയമായിട്ടും പറയുന്നു, താങ്കൾ പറഞ്ഞ ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു തിരിച്ചടി അപ്രതീക്ഷിതമാണ്. UDFനാണ് മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ കണക്കുകളിൽ. എന്നാൽ ഈ കണക്കുകൾ വെച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളുടെ ആ വോട്ടിന്റെ കണക്ക് വെച്ചുകൊണ്ട് നിയമസഭയുടെ ചിത്രവും നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രവും പുറത്തു വന്നല്ലോ. ആ ചിത്രം കൂടി അരുണൊന്ന് ഓർത്തു നോക്കൂ. ഗ്രാമപഞ്ചായത്തിൽ 80-ലേറെ സീറ്റുകൾ, ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി 70-ന് മുകളിൽ വളരെ കൃത്യമായും UDFനാണ് അനുകൂലം. എങ്ങനെ കണക്ക് നോക്കിയാലും UDFനാണ് ട്രെൻഡ്. അല്ല അതാണ്, അല്ല ആ ട്രെൻഡ് നോക്കൂ. ആ ട്രെൻഡ് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ വന്ന മാറ്റവും കൂടി വെച്ചിട്ട് തന്നെ പറയൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 111 മണ്ഡലങ്ങളിൽ പറയിലായിരുന്നു. 18 മണ്ഡലങ്ങളിൽ മാത്രമേ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇപ്പോൾ 1.5 വർഷത്തിന് ഇപ്പുറം ഇത്രയെല്ലാം പ്രചണ്ഡമായ പ്രചരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ പ്രചരണം, അതിനുശേഷമുണ്ടായ ബൈ ഇലക്ഷനുകളിലെ UDFന്റെ വിജയം, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ സൗകര്യാനുസരണമല്ലേ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എങ്ങനെയാ? 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പും 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പും താരതമ്യം ചെയ്യൂ. നിങ്ങളുടെ നഷ്ടം എത്രയാ? എങ്ങനെയാ ഗ്രാമപഞ്ചായത്തുകൾ ഇത്രയധികം ഇല്ലാതായത്?
എങ്ങനെയാണ് മുനിസിപ്പാലിറ്റികൾ ഇത്രയെണ്ണം നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് 5 കോർപ്പറേഷനുകൾ ഇല്ലാതായത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അല്ല, അതാണ് അത് വി.ഡി. പരിഹരിച്ച് സതീശൻ മുന്നോട്ട് പറഞ്ഞത്. പോകാനുള്ള നിങ്ങൾ നല്ല തോറ്റു പരിശ്രമങ്ങൾ എന്ന് ഞങ്ങൾ നിങ്ങളെ തുടങ്ങിക്കഴിഞ്ഞു. ബോധ്യപ്പെടുത്തുകയാണ് ബുദ്ധിമുട്ട്. അല്ലല്ലല്ല, ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എന്താണ് ആദ്യത്തെ ദിവസം തന്നെ ഈ റിസൾട്ട് വന്ന 13-ാം തീയതി 3 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? എന്താണ് അന്ന് തന്നെ തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്? എല്ലാം തിരിച്ചടി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ ഈ ആവശ്യാനുസരണം മാത്രം ചില കണക്കുകൾ എടുക്കുകയും മറ്റു ചില കണക്കുകൾ തമസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാം ഇടതുപക്ഷം കൂമ്പടഞ്ഞു, ഇടതുപക്ഷം ഇനി ഇല്ല, ഭാവിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഇടതുപക്ഷത്തിന്റെ നില നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ വലിയ മുൻതൂക്കമുള്ളത്. UDF-ന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ താങ്കൾ സൂചിപ്പിച്ച പോലെ 70-ന് മുകളിൽ വരുന്നു, 80 വരെയുണ്ട്. പക്ഷെ അതിൽ 34 മണ്ഡലങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്ന അരുണെ 5000 വോട്ടിന് താഴെ, 25 മണ്ഡലങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2000 വോട്ടിന് താഴെ. കാസർഗോഡ് ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലയിൽ ഉദുമ മണ്ഡലം LDF ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1010 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഇത്രയെല്ലാം വലിയ മുന്നേറ്റം UDF നടത്തിയപ്പോഴും വോട്ട് നിലയിൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. തളിപ്പറമ്പ് മണ്ഡലം, അവരുടെ കണക്കിൽ ഇപ്പോൾ, നിങ്ങളുടെ കണക്കിൽ ഇപ്പോൾ LDF പിറകിലാണ്. പക്ഷേ അവിടെയുള്ളത് 634 വോട്ടിന്റെ പിറകിലാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള 25 മണ്ഡലങ്ങളുണ്ട് 2000 വോട്ടിന് താഴെ. കേരളത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുള്ളത് വലിയ നിലയിൽ നമ്മൾ കാണാവുന്ന ഒന്നാണ്. നമുക്കൊപ്പമുണ്ട് ഡോക്ടർ ജി ഗോപകുമാർ. കണക്കുകളിൽ ആശ്വാസം കൊള്ളുകയാണ്, അഥവാ അമ്പയെ തകർന്നു പോയിട്ടില്ല, അടുത്തറ ഭദ്രമെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഇടതുമുന്നണി. പക്ഷേ ഇന്നത്തെ UDF-ന്റെ വിപുലീകരണം കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് PV അൻവർ, മറുഭാഗത്ത് CK ജനു, രണ്ടുപേരും, ഒരാൾ NDAയിൽ നിന്ന് വരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പൊതുവെ ഇടതുമുന്നണി വിലയിരുത്തുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 100 സീറ്റ് എന്ന ആത്മവിശ്വാസം UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിന് പ്രകടിപ്പിക്കാനുള്ള അവകാശമില്ലേ ഈ കണക്കുകളിൽ? അല്ല, തീർച്ചയായിട്ടും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിന്. 100 മുതൽ 120 ദിവസത്തിനകം ഈ തെരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ട് തന്നെ 3 പ്രധാനപ്പെട്ട മുന്നണികളും അവരുടെ ഒരുക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു. അതിന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും ഒരു വലിയ വിജയമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ കിട്ടിയിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് വലിയൊരു ക്ഷീണവുമാണ്. കാരണം പരമ്പരാഗതമായി താഴെത്തട്ടിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ, മിക്ക തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇവിടെ കാണുകയും, അതോടൊപ്പം ജില്ലകളിൽ 7 വീതമാണെങ്കിലും ആ ജില്ലകൾക്കകത്തുള്ള ഡിവിഷനുകളുടെ വ്യത്യാസങ്ങൾ കൂടി പരിഗണിച്ച് താഴെത്തട്ടിലേക്ക് നോക്കിയാൽ അറിയാം വലിയ രീതിയിലുള്ള മാറ്റം UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മൾ മുന്നണിയിലേക്ക് വരാം. ഘടനാപരമായിട്ട് UDF LDF-നെ അപേക്ഷിച്ച് അത്ര ശക്തമല്ല. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ 10 വർഷമായി ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് ഒരു തവണ തുടർച്ച കിട്ടിയതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ അവർക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പാക്കണമെങ്കിൽ സ്ട്രക്ചറലി, ഘടനാപരമായിട്ട് പോലും UDF ശക്തമാകണം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജോസ് കെ മാണിയെ കിട്ടാമോ എന്ന് ശ്രമിച്ചതും അത് നടക്കാത്ത കാര്യവും നമുക്കറിയാം. പക്ഷെ ഈ പറയുന്ന കക്ഷികൾ, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ജാനുവിന്റെ പാർട്ടിയായാലും അൻവറിന്റെ പാർട്ടിയായാലും ഒക്കെ വളരെ നാമമാത്രമായ ഈർക്കിലി പാർട്ടികളാണ്. അപ്പോൾ അവർക്ക് പരമാവധി 1 സീറ്റിലോ 2 സീറ്റിലോ വല്ല സഹായം ചെയ്യാൻ കഴിയും. പഞ്ചായത്തുകളിൽ ചെയ്യുന്നത് പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട്, എന്നാൽ അതുമായിക്കൊള്ളട്ടെ. അങ്ങനെ വരുമ്പോൾ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. അതുകൊണ്ട് UDF-നെ സമാഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ശക്തി ആർജിക്കുക, ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ മുന്നണി വലുതാക്കുക. കാരണം മറുവശത്ത് ഇടതുപക്ഷം 11 കക്ഷികളുണ്ട്. അതെല്ലാം ഒരർത്ഥത്തിൽ വലിയ കക്ഷികളുണ്ട്, മീഡിയം സൈസ് കക്ഷികളുണ്ട്, ചെറിയ കക്ഷികളുണ്ട്, വളരെ ചെറിയ ഈർക്കിലി പാർട്ടികൾ ഉൾപ്പെടെയുള്ളതുണ്ട്. അത് 11 കക്ഷികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കക്ഷികളുടെ ബാഹുല്യം നോക്കുമ്പോൾ ഇപ്പോഴും ഇടതുപക്ഷമാണ് മുന്നിൽ. പക്ഷെ അത് അതുപോലെ അസംബ്ലിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല എന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ UDF-ന് ആത്മവിശ്വാസം വരുത്താനായിരിക്കാം ഒരുപക്ഷെ സതീശൻ ഇത്തരത്തിലുള്ള ചെറിയ പാർട്ടികളെ കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നത്. മറ്റ് ചെറു പാർട്ടികൾ കൂടി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ
മുന്നണി കുറച്ചൊന്ന് വലുതാവുകയും UDFന്റെ ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. 100 സീറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മാറ്റം, അതിൽ 78 സീറ്റിന്റെ വ്യക്തമായ മുൻതൂക്കം കണ്ടതാണ്. പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഒരു 2 മാസത്തിനകം എന്തായാലും കോഡ് ഓഫ് കോണ്ടക്ട് വരും. അതിനകം വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, ബാക്കി രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപനങ്ങളും ക്ഷേമ പദ്ധതികളും, ഇതൊക്കെ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുമെന്നും ഇതോടൊപ്പം തന്നെ ഇവിടെ നിലവിൽ വിവാദ വിഷയമായി നിൽക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെ, അഴിമതി കഥകൾ ഉൾപ്പെടെ, ഇതെല്ലാം രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാകും. അതുകൊണ്ട് വളരെ കണ്ണടച്ചുകൊണ്ട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലെ വിധി അതുപോലെ അസംബ്ലിയിൽ വരുമെന്നോ ഇല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 111 സീറ്റ് UDFന് കിട്ടുമോ എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ UDFന് ഇപ്പോൾ മുൻതൂക്കമുണ്ട്. കാരണം സൈക്കോളജിക്കലായിട്ട് നോക്കിയാൽ പഞ്ചായത്തിൽ UDF നേടിയ നേട്ടം അത് വളരെ എംഫറ്റിക്കാണ്, അത് ഇംപ്രസീവാണ്, അത് സമൂഹത്തിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്, അത് UDFന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ നമ്മൾ കണക്കാക്കിയിരുന്നത് 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ BJP കൊണ്ടുപോകുമ്പോൾ അത് LDFന് ഗുണം ചെയ്യുമെന്നാണ്. ആ കണക്കും ആ സിദ്ധാന്തവും ഇവിടെ മാറുകയാണ്. അതേസമയം മറിച്ചുള്ള സിദ്ധാന്തം നോക്കിയാൽ, സോഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വോട്ടിന്റെ ബേസ് അടിത്തറയുള്ളത് ഇടതുപക്ഷത്തിനും BJPക്കുമാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിനല്ലേ കൂടുതൽ ദോഷം വരുന്നത്. അപ്പൊ ചെറിയ കക്ഷികൾ ഓരോന്നായി വന്നാൽ പോലും അതിന്റേതായ സംഭാവനകൾ പ്രാദേശിക തലത്തിൽ, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അൻവർ വന്നാലും ഇല്ലെങ്കിലും UDFന് തൂത്തുവരാവുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിലൊരു തരംഗമുണ്ടാക്കാൻ മലപ്പുറത്ത് പ്രത്യേകിച്ചും കാസർഗോഡ് ഭാഗികമായിട്ടും കഴിയുന്നുണ്ട്. അപ്പൊ എന്നാലും അൻവർ കൂടി ഇരിക്കട്ടെ എന്ന് ഒരു പക്ഷേ കരുതുന്നത് റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും ഘടനാപരമായി UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം മറുവശം അതുപോലെ ശക്തമാണ്. LDF തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും എഴുതി തള്ളാനൊന്നും പറ്റില്ല. കാരണം ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ ഒരുപക്ഷെ കഴിയുന്ന പല മേഖലകളുണ്ട്. ഇവിടെ മുസ്തഫ ചൂണ്ടിക്കാണിച്ച വോട്ടുകളിലെ ചെറിയ വ്യത്യാസങ്ങൾ തന്നെ അറിയാം. അത് മാത്രമല്ല, പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായ പല ഘടനകൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ വോട്ട് രീതി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് UDFന് ഒരു വിജയം കൈവരിക്കണമെങ്കിൽ തീർച്ചയായും ചെറിയ കക്ഷികൾ കൂടെ വേണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. എന്നാൽ അതിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഗുണം വരുന്നത്, ബാലൻസിംഗ് ആക്ട് വരുന്നത് ഒരുപക്ഷെ മാണി ഗ്രൂപ്പ് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇതൊന്നും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. എന്നാലും അത് സൈക്കോളജിക്കൽ. കാമരാജ് കോൺഗ്രസ് നേതാവ്, ഡോക്ടർ G. ഗോപകുമാർ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ, AK അനുരാജ് വലത് നിരീക്ഷകൻ എന്നിവരാണ്. ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തിരക്കുണ്ടെന്നറിയാം. 1-2 ചോദ്യങ്ങൾ കൂടി. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇപ്പോഴും UDF നേതാക്കൾ പറയുന്നത് ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയും താങ്കളുമായി UDF നേതാക്കൾ സംസാരിച്ചു എന്നാണ്. അതായത് താങ്കൾ നേരത്തെ ഒരു മുതിർന്ന നേതാവിനെ വിളിച്ചത് ഉച്ചയ്ക്കാണെന്ന് താങ്കൾ പറയുന്നു. രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷേ താങ്കളുമായി ഈ പ്രഖ്യാപനത്തിന് മുമ്പ് UDF നേതാക്കൾ സംസാരിച്ചു എന്ന് UDF നേതാക്കൾ പറയുന്നു. താങ്കൾ നടത്തിയത് രാഷ്ട്രീയ വഞ്ചനയാണ് എന്നാണ് അവർ പറയുന്നത്. താങ്കളുമായിട്ട് ഏതെങ്കിലും UDF നേതാവ്, കോൺഗ്രസിലെ അല്ല മറ്റേതെങ്കിലും UDF നേതാവ് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നോ? ഞാനുമായിട്ട് ഒരു നേതാവും, UDFന്റെ അല്ല പാർട്ടിയുടെ ഒരു നേതാവും സംസാരിച്ചിട്ടില്ല. എങ്ങനെ ഉൾപ്പെടുത്താൻ പോണു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, 2 കാള് വിളിച്ചിട്ടുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയെ ഞാൻ വിളിച്ചു, എടുത്തില്ല, മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അതുപോലെ തന്നെ ഞാൻ വിളിച്ചിട്ട് ഇതറിഞ്ഞ ഉടൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിനെ ഞാൻ ടെലിഫോണിൽ വിളിച്ചു. ഇങ്ങനെ അറിയുന്നു, അങ്ങനെ എന്തെങ്കിലും എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചഴച്ചാൽ ഞാൻ പത്രസമ്മേളനം നടത്തി നിഷേധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 പേരോട്. അല്ലാതെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അങ്ങ് പറയുന്നത് പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ? അല്ല. എൻ്റെ ഒരു പ്രമുഖ ചാനലിൽ ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, നിങ്ങളെ കൂടി എടുക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ കൊടുക്കട്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ എങ്ങനെയാ തീരുമാനിക്കുന്നത്, അങ്ങനെ കൊടുക്കണ്ട. ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, 2 ചാനല്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ കൊടുക്കണ്ട, അത് കൊടുക്കേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 2 പേരെയും വിളിച്ച ഒരാളെ വിളിച്ച ഉടൻ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ UDFലേക്ക് എടുക്കാൻ പോകണം എന്നൊരു തീരുമാനം പറയുന്നു. അത് പറയേണ്ടിയില്ല, എനിക്ക് അതിൽ താല്പര്യമില്ല. അയ്യോ, അതിനി എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നും, VD സതീശനെ വിളിക്കാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ VD സതീശനെയും വിളിച്ചു. ഇതെപ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്നത് ശ്രീ വിഷ്ണുപുരം?
രാവിലെ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനൽ ലൈവ് കൊടുക്കാൻ ഇങ്ങനെ അതായത് പത്രസമ്മേളനത്തിന് ഇങ്ങനെ മുമ്പ് സംഭവം വി ഡി ഉണ്ടെന്ന് സതീശന്റെ കൊടുക്കാൻ പ്രമുഖ പ്രസ് ചാനൽ കോൺഫറൻസിന് മുൻപ് മുമ്പ് 2 മണിക്കൂർ മുമ്പ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം അങ്ങ് പറയുന്നുണ്ട്, അങ്ങ് കുട്ടിക്കാലം ഇല്ല, ഞാൻ മുതലേ ഈ ഒരു പറയുന്ന സ്വയം കാര്യങ്ങള് സേവകനാണ്, RSSന്റെ അടിയുറച്ച സ്വയം സേവകനാണ് എന്ന് പറയുന്നുണ്ട്. ഈ നിമിഷവും അങ്ങേക്കത് ആധികാരികമായി തന്നെ പറയാൻ കഴിയും, അഭിമാനപൂർവ്വം പറയാൻ കഴിയുമെന്നാണ് RSSന്റെ സ്വയം സേവകനാണ് അന്നും ഇന്നും ഇനി എന്നും എന്ന്? അല്ല, അതെ, ഈ RSS കാരനായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിൽ തന്നെ പറയണത് ജീവിതകാലം മുഴുവൻ RSS തന്നെ, പോയാലും പോയില്ലെങ്കിലും. ഞാൻ അതിൽ തന്നെ ആദ്യം വിശ്വസിക്കുന്നു, അതിലൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേ മുസ്തഫ ഇവിടെ ഉണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷം മുമ്പേ ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കൺവീനറാണ് പുത്തരിക്കണ്ടത്ത് കാമരാജ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ വേണ്ടി ഒരു ധാരണയിൽ ഞാൻ പ്രവർത്തിച്ചു. അവര് കാമരാജ് കോൺഗ്രസിന്റെ പടം വെച്ച് എല്ലാ സ്ഥാനാർത്ഥിയും കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചാണ് അത് ജയിച്ചത്. എനിക്ക് എന്റെ നിലപാടുണ്ട്, ഞാൻ അതാണെന്ന് പറഞ്ഞ് വേറെ. അതിൽ കോൺഗ്രസിനെ 10 വർഷം മുമ്പ് ഞാൻ സഹായിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഇതിനു മുമ്പ് 10 വർഷം മുമ്പ് ഈ പാർട്ടി ഉണ്ടായതോടൻ ഇതുപോലെ കെ മുരളീധരനൊക്കെ പറഞ്ഞിട്ട് കടകക്ഷിയാക്കാന്ന് പറഞ്ഞ് അവരൊരു ചർച്ചയൊക്കെ നടത്തി എന്നെ അതിൽ കൂടി ഇതുപോലെ സഹകരിക്കണമെന്ന് പറഞ്ഞു ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. എന്റെ ഉണ്ട് 10 വർഷത്തിന് മുമ്പുള്ള ലെറ്റർ. സ്വയം സേവകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കെ താങ്കൾ പിന്നെ എന്തിനാണ് വി ഡി സതീശനെ പോയി കണ്ടത്? അല്ല, RSS കാരൻ ആരെയും കണ്ടുകൊടുന്നിട്ടുണ്ടോ? ഞാനൊരു ഒരു ഭാരവാഹിത്വം എനിക്കില്ല RSSല്. ഞാൻ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഒരു തെറ്റുമില്ല. ഒരു കാര്യം ഞാൻ നിഷേധിക്കുന്നു, ഞാൻ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നെ എടുക്കണമെന്ന്? ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെടുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെടുന്നുണ്ട്. പൊതുകാര്യങ്ങളിൽ RSSനോ BJPക്കോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ സമരങ്ങളും മറ്റും ഏറ്റെടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. പിന്നെ ഞാൻ മുഖേന ഇപ്പോൾ വി ഡി സതീശനെ ജനങ്ങളെ മുമ്പിൽ ചെറുതാക്കാനൊന്നുമില്ല. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് അങ്ങോട്ടാണ് പോയി കണ്ടത്, ഞാൻ അങ്ങനെയാണ് സംസാരിച്ചത്. പക്ഷേ ഈ 10 കാള് ഒന്ന് എടുക്കാൻ ഈ 2 കാളിന്റെ കാര്യം പറഞ്ഞ 10 കാള് വിളിച്ചപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി അറിയിച്ചോ എന്ന് ചോദിച്ചാൽ അറിയിച്ചെന്ന് പറഞ്ഞല്ലോ എന്നോട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ ഇതിൽ പെടുത്തണ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ആവുന്നു എന്ന് 2 ചാനലിലൂടെ വാർത്തയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച സമയത്ത് ഞാൻ വിളിച്ച് അദ്ദേഹത്തിനോട് തന്നെ പറയുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ വരരുത്, എങ്ങനെയാണെങ്കിൽ ഞാൻ 1 മണിക്കൂറിൽ പത്രസമ്മേളനം വിളിച്ച് ഞാൻ നിഷേധിക്കും എന്ന് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റ് 2 പേര് അകത്തിരിക്കുന്നവരാണ്, പക്ഷെ അവരുടെ മൊബൈൽ എനിക്ക് കിട്ടിയില്ല. തിരുവഞ്ചൂരിന്റെ ഈ കാര്യം അറിയിച്ചു, അത് വി ഡി സതീശനോട് പറയാൻ പറഞ്ഞു. വി ഡി സതീശനെ വിളിച്ചു, കിട്ടിയില്ല. താങ്കൾ അപേക്ഷ കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും താങ്കൾ RSSന്റെ ഒരു സ്വയം സേവകനായി തന്നെ തുടരുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും താങ്കൾ ഒരു സ്വയം സേവകനാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു മുതല് ഞാൻ സംഘത്തിന്റെ സ്വയംസേവനാണ്. ഞാൻ സ്വയംസേവനാണെങ്കിൽ എല്ലാ രംഗത്തും ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു കാര്യം ഞാൻ കള്ളം പറയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളില് ഞാനൊരു തെറ്റായിട്ട് വി ഡി സതീശനെ ഒരു അക്ഷരം പറയില്ല. വിളിച്ചതെല്ലാം സത്യം തന്നെ, അദ്ദേഹത്തിനെ പോയി കണ്ടതും എല്ലാം സത്യം തന്നെ. ഒരു കാര്യവും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അപേക്ഷ കൊടുത്തിട്ടില്ല, UDF ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുമില്ല. അല്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അത് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നോ എപ്പോഴെങ്കിലും? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെന്ന് അങ്ങോട്ടാണ് പോയി കണ്ട. കെ മുരളീധരനെ കണ്ടു, രമേശ് ചെന്നിത്തല ഹരിപ്പാട് പോയി കണ്ടു. എന്തിനാണ് ഇവരെയൊക്കെ പോയി കാണുന്നത്? വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേരത്തെ സന്ദീപ് പറഞ്ഞു, ഒരു കൗൺസിലിംഗ് സെന്റർ ഒന്നുമില്ല, രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ഥലമല്ലേ. താങ്കൾ അവിടെ പോയി കണ്ടത് എന്തിനാണ്? അത് രാഷ്ട്രീയം സംസാരിക്കാനല്ലേ? അല്ല, ഞാൻ അങ്ങോട്ടും പോയി കാണാറുണ്ട്. 5-10 വർഷം മുമ്പേ ഇലക്ഷൻ നിന്നപ്പോ സമയത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ശിവകുമാറും ഒക്കെ എന്നെ നേരെ നെയ്യാറ്റിൻകര ഓഫീസിലും വന്ന് കണ്ടിട്ടുണ്ട്, ചാനലുകാർ ഉൾപ്പെടെ. എന്തിനാണ് മുരളീധരനെയും വി ഡി സതീശനെയും നേരിട്ട് പോയി കണ്ടത്? അങ്ങോട്ട് പോയി കണ്ടത് എന്തിനാ? വി ഡി സതീശനെ കണ്ടത് ഞങ്ങളൊരു പ്രതിനിധി സഭയ്ക്ക് വിളിക്കുന്നതാണ് ഫസ്റ്റ്. അപ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്ക് നിലവിൽ ഈ സംസാരിക്കുന്ന സമയത്തും NDAക്ക് അകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷേ UDF
അല്ല, അതിപ്പോ നാളെ നമ്മുടെ ഈ പ്രധാന കക്ഷികളെ 14 ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ആളുകളും ഇലക്ഷൻ പക്ഷെ കാര്യങ്ങൾ നിങ്ങളെ ചർച്ച അസോസിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കക്ഷിയായിട്ട് നാളെയാണ് നിങ്ങൾ അതിന്റെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു വി.ഡി. സതീശൻ. അതെ, അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചാനലിൽ കൂടി ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞു. ഞങ്ങളെ പാർട്ടിയിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ വാതിൽ അടച്ചിട്ടില്ല. എന്താണ് വിഷയങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ള വിഷയങ്ങൾ. അല്ലല്ല, അങ്ങനെ മുമ്പോട്ട് പോണ കാര്യങ്ങൾ അതിനെക്കുറിച്ചല്ല. അത് ഞാൻ ഗൗരവമായിട്ട് നമ്മളെ ഈ പാർട്ടിക്ക് അകത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി നേരിട്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അനുരാജ് കൂടി നമുക്കൊപ്പമുണ്ട്. അനുരാജ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എല്ലാം പാളി. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വർധന ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആകെയുള്ളത് കോർപ്പറേഷനിൽ മാത്രം നേടിയ 50 സീറ്റിന്റെ തിളക്കമാണ്. ഇപ്പോൾ പറയുന്നതനുസരിച്ച് മത്സരം LDF-ഉം UDF-ഉം തമ്മിലാവുമോ നിയമസഭയിൽ? അല്ല, കേരളത്തിലെ പ്രബല മുന്നണികളാണല്ലോ LDF-ഉം UDF-ഉം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ സ്വാഭാവികമായിട്ടും സജീവമായിട്ട് ആ മുന്നണികൾ ഉണ്ടാവും. നമുക്ക് ഈ ഇലക്ഷനിൽ അത് മാറുന്നു എന്ന് പറയുന്നതൊക്കെ മൗഢ്യമല്ലേ. നമ്മളിപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കണ്ടല്ലോ. പക്ഷേ ഈ പറഞ്ഞ BJP-യുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്നൊക്കെ ഉള്ളതൊരു വാദം മാത്രമാണ്. കാരണം അതിനൊന്നും വലിയൊരു അർത്ഥം എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധം BJP-യും ഇതുപോലെ തന്നെ ഇപ്പം ക്രൈസ്തവ സംഘടനകളോ അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യമുള്ള പാർട്ടികളോ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പം തിരുവല്ല മുനിസിപ്പാലിറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നൊരു 2000-ലോ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ആ ബന്ധം ഉണ്ടായി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ MP NDA-യുടെ ഉണ്ടായത് PC തോമസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ LDF-ലുണ്ടായിരുന്ന അൽഫോൻസ് കണ്ണന്താനം MLA ആയിരുന്നു. അദ്ദേഹം മന്ത്രിയായി NDA-ൽ. ജോർജ് കുര്യൻ അദ്ദേഹം എത്രയോ കാലമായിട്ട് NDA-ലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എത്രയോ കാലത്തെ 25 വർഷത്തിലോ ഒരു വർഷം അതിൽ കൂടുതൽ. അപ്പൊ അത് ഒരു തെരഞ്ഞെടുപ്പിലെ എന്തെങ്കിലും ചില മേഖലകൾ എന്റെ അറിവിൽ അദ്ദേഹം ഡൽഹിയിലുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ? അല്ല, അങ്ങനെ നമ്മൾ എത്ര നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ നമ്മൾ എന്തെല്ലാം ചിന്തിക്കില്ല. അനുരാജ്, ഇടുക്കിയില് നിങ്ങൾക്ക് എത്ര ശതമാനമാണെന്നറിയാമോ? 6.81% ഇടുക്കിയിൽ. കോൺഗ്രസ് വോട്ട് ബേസ് വളരെ ശക്തമായ, ക്രിസ്ത്യൻ വോട്ട് ബേസ് വളരെ ശക്തമായ ഇടുക്കിയിലുള്ളത് 6.81%. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ശക്തമായ എറണാകുളത്ത് 9.4%. കണ്ണൂരിലെ കുടിയേറ്റ മേഖലയിൽ 8.62%. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി എന്ന് പറയാൻ ഈ കണക്കുകൾ പോരെ? അല്ല, ഈ കണക്കുകൾ പോരല്ലോ. കാരണം UDF-ലും LDF-ലും കോൺഗ്രസിൽ തന്നെ ക്രൈസ്തവ വോട്ടുകളുണ്ട്. UDF-ലും LDF-ലും ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട പാർട്ടികൾ രണ്ട് മുന്നണിയിലുണ്ട്. അപ്പൊ അത്തരം പാർട്ടികളും ആ മുന്നണികളും കൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെങ്കിലും പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും പോയത് UDF-ലേക്കാണ്. അത് പറഞ്ഞ പോലെ ആ റിഫ്ലക്ഷൻ കണ്ണൂരിലും വടക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതിനർത്ഥം ക്രിസ്ത്യൻ വോട്ടുകളൊന്നും BJP-ക്ക് വീണിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതും വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പം അടുത്ത നിയമസഭ, ഇപ്പൊ എല്ലാവരും പറഞ്ഞതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് ഇതെന്ന് പറയുന്നു. അപ്പൊ അതിന് തയ്യാറെടുക്കാനുള്ള ഒരു സമയം കൂടെയാണ് മുന്നണികൾക്ക്. അപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശ്രദ്ധ കൊടുത്തത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിരുന്നല്ലോ. അന്ന് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞു? ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അല്ല, തൃശ്ശൂരിൽ സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചത്ര വർദ്ധിച്ചിട്ടില്ല എന്ന് വേണം. ജയിക്കാത്തിടത്തോളം നമുക്ക് പ്രതീക്ഷിച്ചത്ര വർദ്ധിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ വർദ്ധിക്കാതിരുന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പെർസെന്റേജിൽ BJP കിട്ടിയ വോട്ട് പെർസെന്റേജിലും വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ കുറവേ ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ തവണത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് വളരേണ്ടതാണ് സ്വാഭാവികമായിട്ടും. വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ജില്ലാ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ശതമാനത്തിലാണ് തിരിച്ചുവരാൻ കഴിയാത്ത ഒരു ദൂരമല്ല ഇതാണ് എന്നാണ് ഇടതുപക്ഷം ഇപ്പോഴും കണക്കാക്കുന്നത്. ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ PV അൻവറിനെയും CK ജാനുവിനെയും ഒപ്പം കൂട്ടിയതുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം ഇടിയുന്നില്ല. ജോസ് കെ മാണിയെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക, വന്നാൽ പറയാം എന്നതാണ് പൊതുവെ ഇടതുപക്ഷത്തു നിന്ന് കേൾക്കുന്നത്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷുഡ് ബൈക്ക്.
നിയമസഭയിലേക്ക് തന്ത്രങ്ങൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അതിഥികളായി VPP മുസ്തഫ, CPM പ്രതിനിധി സന്ദീപ് വാര്യർ, കോൺഗ്രസ് പ്രതിനിധി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, കാമരാജ് കോൺഗ്രസ്, ഡോക്ടർ ജി ഗോപകുമാർ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ, AK അനുരാജ് വലത് നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം. സന്ദീപ് വാര്യർ, ഇപ്പോൾ കണക്കുകൾ വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടി, ഞാൻ UDFന്റെ അല്ല, കോൺഗ്രസിന് മാത്രം ഏകദേശം 4% വർധനമുണ്ടായിട്ടുണ്ട്. 29.17% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. 25.29 എന്ന് 2020 അപേക്ഷിച്ച്. ഇത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. ഇപ്പോൾ ജോസ് കെ മാണി വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മധ്യ കേരളത്തിൽ ആവശ്യത്തിന് ക്രിസ്ത്യൻ വോട്ടുകൾ നിങ്ങളുടെ പക്കലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ, ഇപ്പോൾ VPP മുസ്തഫ പറയുന്നത് ഈ കണക്കുകൾ തിരിച്ചു വരാവുന്നൊരു കണക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? അതുകൊണ്ടാണോ ഇപ്പോൾ ഈ നേരത്തെ ഗോപകുമാർ പറഞ്ഞതുപോലെ ഒരു സാധ്യതയും അടയ്ക്കേണ്ടതില്ല, PV അൻവറിനെയും CK ജാനുവിനെയും ഒക്കെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നത് ഈ സാധ്യത കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണോ? ഒരു ബലാബലം ഒരുപക്ഷെ നിയമസഭയിൽ ഉണ്ടായേക്കാമെന്നുള്ളത്? ശ്രീ അരുൺ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിനൊരു പൊളിറ്റിക്കൽ പാറ്റേൺ പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പാർട്ടികൾക്ക് തൊട്ടടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ് പാർട്ടിയും UDFും ഈ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉദാസീനമായിട്ടിരിക്കാനോ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനോ തയ്യാറാകുന്നില്ല. മറിച്ച് വളരെ ശക്തമായി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടവുമായി ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് അടുത്ത 4 മാസം മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും UDFന്റെ നേതാക്കളുടെ പ്രതികരണമൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ശ്രീ PPP മുസ്തഫ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അദ്ദേഹം ഇന്ന് UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ച് അവരൊന്നും അത്ര പോരാത്തവരാണെന്ന രീതിയിൽ പറഞ്ഞു. ഇവരൊക്കെ LDFന്റെ ഭാഗമായിരുന്നല്ലോ. ഇപ്പോൾ ശ്രീ PV അൻവർ നേരത്തെ LDFന്റെ MLA ആയിരുന്നു. ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ വളരെ വേണ്ടപ്പെട്ടയാളായിരുന്നു. അന്ന് PV അൻവർ അവർക്ക് വളരെ വേണ്ടപ്പെട്ട പ്രത്യേക പദപ്രയോഗങ്ങളൊക്കെ നടത്തി വിശേഷിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം LDFൽ നിന്ന് തെറ്റി പുറത്തോട്ട് വന്നപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരക്കാരനായിട്ടൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള നിലപാടാണ്. 1. 2, ശ്രീമതി CK ജാനുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. CK ജാനുവിനെയും LDFിലേക്ക് ചേർക്കാൻ വേണ്ടി പലവട്ടം അവർ ചർച്ച നടത്തിയതല്ലേ, അവരുമായി ചേർന്ന് പ്രവർത്തിച്ചതല്ലേ. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്ന് LDFിലുള്ള പല ഘടകകക്ഷികളെക്കാളും കൂടുതൽ ജനസ്വാധീനമുള്ളവരാണ് ഈ 2 പേരും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരെ ചെറുതായി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരുടെയും പേരെടുത്ത് പറയുന്നുമില്ല. പക്ഷേ LDFിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള 11 പാർട്ടികളിൽ CK ജാനുവിൻ്റെയോ അല്ലെങ്കിൽ PV അൻവറിൻ്റെയോ രാഷ്ട്രീയ സ്വാധീനമുള്ള എത്ര പേർ അതിനകത്തുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചാൽ മതി. മറ്റൊന്ന്, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞാൻ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ചില കാര്യങ്ങളിലെ അഭിപ്രായവും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നതുമൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന് താല്പര്യമില്ലെങ്കിൽ പോകാവുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ കുറിച്ച് പറഞ്ഞു. തൃശ്ശൂരിൽ BJP കുറഞ്ഞത് 20% വോട്ടാണ്, ചെറിയ വോട്ടല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയതിൽ 20% വോട്ടുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത്. അത് മാത്രമല്ല, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ല. ശ്രീ സുരേഷ് ഗോപി അവിടുന്ന് മത്സരിച്ച സമയത്ത് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും വലിയ ലീഡായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നു, NDAക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഒരു പഞ്ചായത്തിൽ പോയവർക്ക് ഭരണമില്ല എന്ന് മാത്രമല്ല, ശ്രീ സുരേഷ് ഗോപി ദത്തെടുത്തിട്ടുള്ള അവിണിശ്ശേരി പഞ്ചായത്തിൽ പോലും ഭൂരിപക്ഷമില്ല. അവിടെ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിക്കഴിഞ്ഞു, BJPക്ക് ഒപ്പം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു പഞ്ചായത്തിലും ഭരണം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിൽ പോലും BJP എത്തിക്കാൻ സാധിച്ചത് ക്രൈസ്തവ വോട്ടുകൾ. ഇപ്പോൾ നേരത്തെ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം BJPക്ക് അനുകൂലമായി സംഭവിക്കുമെന്നായിരുന്നു വലിയ പ്രചാരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ പരിശോധിക്കൂ, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്രിസ്ത്യൻ മേഖലകളിലുടനീളം UDFന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗം തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, വലിയൊരു പ്രചാരണം നടന്നിരുന്നത് കോൺഗ്രസിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ അകന്നുപോയി എന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അതും പരിപൂർണമായി പരാജയപ്പെട്ടില്ലേ? ഇപ്പോൾ പത്തനംതിട്ട, അതല്ലെങ്കിൽ കോട്ടയം, എറണാകുളം, അല്ലെങ്കിൽ തൃശ്ശൂർ, ഈ ജില്ലകളിലൊക്കെ വളരെ വലിയ സൈസിൽ ഹിന്ദു വോട്ടുകളുണ്ട്. ആ മേഖലകളിലൊക്കെ UDFന് അനുകൂലമായിട്ടുള്ള വോട്ട് വീണിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഏതൊക്കെ ശക്തികൾ കോൺഗ്രസിനെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയാലും
കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ, UDF വോട്ട് ചെയ്യാൻ കേരളത്തിലെ ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും മലബാറിൽ മുസ്ലിം സമൂഹവും ഒക്കെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായിട്ടൊരു സെക്യുലർ ഫോഴ്സായിട്ട് കേരളത്തിൽ ഇന്ന് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുന്നത് UDF മാത്രമാണെന്ന് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ എന്ത് കണ്ടിട്ടാണ് BJPക്ക് വോട്ട് ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷവും കരോൾ നടത്തിയതിന് പാലക്കാട് കുട്ടികൾക്ക് അടി കിട്ടി. ഈ കൊല്ലവും അത് ആവർത്തിച്ചു. എല്ലാ കൊല്ലവും കരോൾ നടത്തും, അടി കൊടുക്കും, പിന്നെ കേക്ക് കൊടുക്കും, അടി നടത്തും, കേക്ക് കൊടുക്കും. ഈ അടിയും കേക്കും ഇങ്ങനെ മാറി മാറി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ BJP വിശ്വസിക്കേണ്ടത്? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, BJPയെയും RSSനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കൃത്യമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് പല ഘട്ടങ്ങളിൽ അവരുടെ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പത്തനംതിട്ട ജില്ലയിൽ, കോട്ടയത്ത് ഒക്കെ ഇവിടെ ചില ക്രൈസ്തവ നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് BJPക്ക് അനുകൂലമാക്കി പല കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്? വിരലിൽ എണ്ണാവുന്നവരെ മാത്രമല്ലേ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ഔട്ട്റീച്ച് പരിപാടി പരാജയപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം കേക്ക് കൊടുക്കുന്നതിനൊപ്പം അടികൂടി കൊടുത്തുകൊണ്ടാണ്. കരോൾ പാടാൻ പോലും അനുവാദമില്ല, കരോളിന് പകരം ഗണഗീതം പാടണം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എങ്ങനെ അംഗീകരിക്കാനാണ്? അത് കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യം, ഇപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാലോ. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സംരക്ഷിച്ച് നിർത്താനല്ലേ BJP തുടക്കം മുതൽ ശ്രമിച്ചത്. അവർ പ്രക്ഷോഭ രംഗത്തെ ഉണ്ടായിരുന്നില്ലാരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തിൽ മുന്നിലുണ്ടായിരുന്നയാളാണ് ഞാൻ. ഞങ്ങളടക്കം 16-17 പ്രവർത്തകരെ, UDF പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ ജയിലടച്ചു 10 ദിവസത്തിലധികം. ഒരൊറ്റ BJP നേതാവിനെതിരെ പോലും ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഒരു കേസ് പോലും ഇല്ല കേരളത്തിൽ. ഒരാൾ പോലും ജയിലിൽ പോയിട്ടില്ല. ഒരു പ്രക്ഷോഭത്തിന്റെ പോലും ഭാഗമായിട്ട് അവർ ജയിലിൽ പോയിട്ടില്ല. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനപ്പുറം NDAയുടെ ഭാഗത്ത് നിന്ന്, BJPയുടെ ഭാഗത്ത് നിന്ന് ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല. അവരതിന് സീരിയസേ അല്ല, മറിച്ച് പ്രക്ഷോഭം നടത്തിയാൽ അത് UDFന് ഗുണകരമാവുമെന്നൊരു പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ധാരണയുടെ പേരിൽ അവർ ഈ പ്രക്ഷോഭ രംഗത്തെ ഉണ്ടായിട്ടില്ല. അവരുടെ താല്പര്യവും പിണറായി സർക്കാരിന്റെ താല്പര്യവും CPMന്റെ താല്പര്യവും ഒന്ന് തന്നെയാണ്: കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ടാണ്. അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയമില്ല, അവർക്കൊരു സ്റ്റാൻഡ് ഇല്ല. ആ BJPയുടെ അകത്ത് തന്നെ വലിയ ഡൈലമ്മയുണ്ട്. അവർ ഏത് സ്റ്റാൻഡ് എടുക്കുന്ന സംബന്ധിച്ച് അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നൊരു നിലപാടെടുത്തിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മതി. RSSന്റെയും BJPയുടെയും കേരളത്തിലെ സൈബർ ഹാൻഡിലുകൾ നിങ്ങൾ പരിശോധിക്കൂ. അതിൽ മുഴുവൻ അവർ ആഗ്രഹിക്കുന്നത് UDFന്റെ പരാജയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള വർഗീയ പ്രചരണം നടത്തുകയാണ്. അതേ വർഗീയ പ്രചരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷവും നടത്തുകയാണ്. എന്തൊക്കെയാണോ കേരളത്തിലെ ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും നടത്തുന്നത്, ഏതൊക്കെ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണോ UDFനെ ആക്ഷേപിക്കാൻ വേണ്ടി, അടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്, അതേ നറേറ്റീവ് കേരളത്തെ സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ തരത്തിൽ ഒരേ ആശയത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്, സെക്യുലർ സമൂഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് UDFന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇതിലേറെ വലിയ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പോകുന്നില്ല. അതിശക്തമായി ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, ഒരു കാര്യം കൂടി സന്ദീപ് വാര്യർ, ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. പാരടിപ്പാട്ടുമായിട്ട് പോകുന്നു, അടുത്ത പാട്ട് വരുന്നു. പക്ഷേ ഈ അന്വേഷണം പോയി നിൽക്കുന്നത്, ഇപ്പോൾ CPM ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് അടൂർ പ്രകാശിന്റെ പേര് പറയുന്നു, അതേപോലെ ആന്റണിയുടെ പേര് പറയുന്നു, സോണിയാഗാന്ധിയെ പോയി കണ്ടതിന്റെ പേര് പറയുന്നു. അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ CPM പ്രചരിപ്പിക്കുകയാണ്. ഈ കഥയിൽ ഇനിയൊരു ട്വിസ്റ്റോ ഒക്കെ ഉണ്ടായാൽ അത് കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. നിങ്ങൾ ആരുടെ പേര് വേണമെങ്കിലും പറഞ്ഞു. കാരണം ഈ സ്വർണ്ണപ്പാളി കവർച്ചയുടെ നിങ്ങൾ അതിൻ്റെ ടൈം ലൈൻ എടുത്ത് പരിശോധിച്ചാൽ എവിടുന്നാണ് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഏത് കാലഘട്ടത്തിലാണ് സ്വർണം അവിടുന്ന് ദ്വാരപാല വിഗ്രഹങ്ങൾ അഴിച്ചുകൊണ്ടു പോകുന്നത്, ഏത് കാലഘട്ടത്തിലാണ് സ്വർണം വേർതിരിക്കുന്നത്, എങ്ങനെയാണ് അത് പോകുന്നത്, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു, ഏതൊക്കെ ദേവസ്വം പ്രസിഡന്റുമാരാണ് അതിനെ പിന്തുണച്ചത്, ഇതിനൊക്കെ ഡേറ്റ ഉണ്ടല്ലോ. ഇതെല്ലാം പിന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. നേതാക്കൾ നമ്മൾ ചോദിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രേക്ഷകരുടെ സംശയത്തിന് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സോണിയാഗാന്ധിയൊക്കെ എങ്ങനെയായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി കണ്ടത്? ഒന്നല്ല, 2 തവണ പോയി കണ്ടു. ആദ്യം ഗിഫ്റ്റ് കൊടുക്കുന്നു, പിന്നീട് ഒരു ദിവസം പോയിട്ട് ചരട് കെട്ടി കൊടുക്കുന്നു, ഒരു തവണ ആന്റണി ഒപ്പം ഉണ്ടാവുന്നു, മറ്റൊരു സമയത്ത് മറ്റൊരു നേതാവ് കൂടെ ഉണ്ടാവുന്നു. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നു സന്ദീപ് വാര്യർ? ഇതൊക്കെ സംശയത്തിന്റെ പുകമറയുണ്ടാക്കുന്നില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ എങ്ങനെയാണോ കണ്ടത്?
ജീപ്പ് കേരളത്തിലെ കൊടുക്കാൻ മുഖ്യമന്ത്രി വേണ്ടി എങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫംഗ്ഷനിലാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഗൂർഖ ജീപ്പ് കല്യാണിന്റെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനായിരിക്കും? അവരന്വേഷിച്ചോട്ടെ എന്നേ, അവരുടെ കയ്യിലല്ലേ അന്വേഷണം ഇരിക്കുന്നത്. ഇവിടെ ശ്രീമതി സോണിയാഗാന്ധിയെയോ ഈ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെയോ കാണാൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആർക്കും സാധിക്കുന്നതേ ഉള്ളൂ. ആ കാലത്ത്, ഈ കാണുന്ന കാലത്ത് ഇത്തരത്തിലുള്ള കേസുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ അവർ കണ്ടു എന്ന് കരുതി ആ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് ഈക്വലൈസ് ചെയ്യാനാണോ ശ്രമിക്കുന്നത്? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണിത്? ഏത് തരത്തിലാണ് ഇവർ ന്യായീകരിക്കാൻ നോക്കുന്നത്? ഇവരുടെ രണ്ട് നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്, പത്മകുമാറും വാസുവും ജയിലിൽ കിടക്കുകയാണ്. ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നേരെയാണ് അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണ സംഘം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള CPM നേതാക്കന്മാരെയാണ്. എന്നിട്ട് പറയാ സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുത്തു, കണ്ടു എന്നൊക്കെ ന്യായീകരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കുന്നേ. ആരാ അന്വേഷിക്കുന്നത്? ചോദ്യം ചോദിച്ചു. നിങ്ങൾ എടുത്ത് സൈബർ ഗ്രൂപ്പുകളിൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇത് സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ മുൻപ് ഏതൊരാൾക്കും സാധ്യമാവുന്ന രീതിയിലാണ് സോണിയാഗാന്ധി പോയി കണ്ടത്. ഇതേപോലൊരു കള്ളനെയൊന്നും സോണിയാഗാന്ധി ജനപദത്തിൽ സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. നേരത്തെ VP മുസ്തഫ കൃത്യമായി സന്ദീപ് വാര്യർ കണക്കുകൾ പറയുന്നു. ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത വിധം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ UDF സജ്ജമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നണി വിപുലീകരണമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. 100 സീറ്റ് ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോഴും UDF പറയുന്നു, അത് ഉറപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു. PV അൻവർ നിങ്ങളുടെ കൂടെ നിന്ന ആളാണ്. മുഖ്യമന്ത്രി പിതൃതുല്യനായിട്ട് കണക്കാക്കിയിരുന്ന നേതാവാണ്. UDFന് വേണ്ടി LDFന് വേണ്ടിയിട്ട് സൈബർ ഇടങ്ങളിൽ പടപുരുതിയ നേതാവാണ്. ആ നേതാവാണ് ഇപ്പോൾ UDFനോടൊപ്പം പോകുന്നത്. നിലമ്പൂരിൽ വലിയ മാറ്റമുണ്ടാക്കാൻ PV അൻവറിന് സാധിച്ചു എന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ നമ്മൾ കണ്ടതല്ലേ. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കുന്തമുനയെ മാറാൻ പോവുകയാണ്, നാവായി മാറാൻ പോവുകയാണ്. UDFന്റെ അസോസിയേറ്റ് കക്ഷിയാണ്, പുറത്തു നിൽക്കുന്ന കക്ഷിയല്ല. അല്ല, ഇതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ആശങ്കയില്ല. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ മുന്നണിയിലേക്ക് ആള് വായോ എന്ന് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള പ്രചരണവും നടത്തുന്നില്ലല്ലോ. ഏതെങ്കിലും പാർട്ടി അടർത്തിയെടുക്കാൻ ഞങ്ങളൊരു ശ്രമവും നടത്തുന്നില്ലല്ലോ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം താങ്കൾ ഈ പറയുന്നത് പോലെ 100 സീറ്റുകളോടുകൂടി തിരികെ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമെന്ന് വലിയ ആത്മവിശ്വാസമുള്ള ആളുകൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഗർവാസിസ് ആശാൻ എൽദോയെ സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞതുപോലെ എടുപ്പ് തന്നെയല്ലേ. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കാണ് ആശങ്ക, ആരുടെ മുന്നിലാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വളരെ 80 അടിക്കാനോ 70 അടിക്കാനോ അവർക്ക് അവരുടെ ആവശ്യമില്ല. പക്ഷെ 100 അടിക്കാൻ അവർക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടിയൊക്കെ പിന്തുണ വേണം എന്ന് കരുതിക്കൂടെ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വെച്ചാൽ ശ്രീ VD സതീശൻ ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ അദ്ദേഹം ബോധ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്താ ബോധ്യം? അടുത്ത വർഷം മെയ് മാസത്തിൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് റാങ്കെങ്കിലും നഷ്ടപ്പെടാതിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം പരമാവധി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഇതിപ്പോ ഈ ഉണ്ടായിട്ടുള്ള സീറ്റ് ചില കോർപ്പറേഷനുകളിലും നഗരസഭകളിലും കിട്ടിയ മുൻതൂക്കമാകെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അത് 2010 അനുഭവമാണ്. 2010 ഇതുപോലെ UDFന് വൻ മുൻതൂക്കം സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന ഭരണകാലത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. ഏതാണ്ട് ഇതേ സ്റ്റാറ്റിക്സ് തന്നെയാണ് അന്നുണ്ടായത്. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ കഷ്ടിച്ച് 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞത്. അത് വെളിവാക്കുന്ന അതേ ടാലിയാണ് ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ആ ബോധ്യം VD സതീശനുണ്ട്. അതുകൊണ്ട് ഈ നിങ്ങളൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ചെടുക്കാൻ പോകുന്നത് പോലെയല്ല. കാരണം എന്താ, താങ്കൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ട ശബരിമല വിഷയം ഉൾപ്പെടെ തിരിഞ്ഞു കുത്തുകയാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും VS ശിവകുമാർ ദേവസ്വം മന്ത്രിയുമായിരിക്കുമ്പോൾ ഈ പറഞ്ഞ പെരുങ്കള്ളൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്? എന്നല്ലാണ് പറഞ്ഞത്. 2009 ആലപ്പുഴയിൽ ഒരു മാധവൻ നമ്പൂതിരി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് ഒരു കീഴ്ശാന്തിയായിട്ട് പരികർമ്മിയായിട്ട് എത്തിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഒരു ചുമതല ഏൽപ്പിക്കുന്നത് 2009 ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിനുശേഷം അയാൾ അവിടെ തുടർന്നു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്തും അയാൾ അവിടെ വലിയ സ്വാധീനശേഷിയുള്ള ആളായിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. അരുണെ, ഒരു കീഴ്ശാന്തിയിൽ നിന്ന് ശശി തരൂരിനെ പോലെയുള്ള പ്രവർത്തക സമിതി അംഗം ആവശ്യപ്പെട്ടാൽ പോലും അനുമതി ലഭിക്കാത്ത ഹൈക്കമാൻഡിന്റെ സൂപ്പർ പവർ സോണിയാഗാന്ധിയെ കാണാൻ 2 തവണ അനുമതി കിട്ടുന്ന വിധത്തിൽ UDF ഭരണകാലത്ത് പോറ്റി വളരുകയല്ലേ. നിങ്ങൾ അത് കാണണ്ടേ?
അല്ല, അതേ കേവലം ഒരു പോറ്റിയല്ലേ പിന്നെ മുഖ്യമന്ത്രിക്ക് കീഴ്ശാന്തിയിൽ സർക്കാരിന് നിന്ന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് അത് ഗൂർഖാജീപ്പ് അവിടെ കൊടുക്കുന്ന എങ്ങനെയാണ് സ്പോൺസറായത് എത്താൻ വേണ്ടി കഴിഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ എന്നുള്ളത് പോയി മുറിയിൽ പോയി നമ്മുടെ മുന്നിലെ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതേ കീഴ്ശാന്തിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? കേറ്റി എന്ന് പറഞ്ഞ പാരഡി ഗാനമൊക്കെ വെച്ച് പോറ്റിയെ കയറ്റിയത് ആര് എന്നൊക്കെ പറഞ്ഞുള്ള പാരഡി ഗാനം വെച്ച് അതേ പോറ്റിയുടെ കയ്യിലേക്കല്ലേ നിങ്ങളുടെ ദേവസ്വം ബോർഡ് സ്വർണ്ണം അയച്ചു കൊടുത്തത്? ഉണ്ടാക്കാൻ ശ്രമിച്ചെടുത്തുന്നത് തിരിഞ്ഞു കുത്തുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വളരെ ശക്തമായ നിലയിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ പോയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, മറ്റാരേക്കാളും വി ഡി സതീശന് ബോധ്യമുണ്ട്. ഇവിടെ ശ്രീ ഗോപകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ എത്രയൊക്കെ സീറ്റ് കുറഞ്ഞു, ജില്ലാ പിന്നെ കോർപ്പറേഷൻ പോയി എന്നൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തിന്റെ ഇപ്പോ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഒക്കെ ഉണ്ടായിട്ട് പോലും 35% വോട്ട് ലഭിച്ച് ശക്തമായ ഫലത്തിലുണ്ട്. അവരേതാണ്ട് 60 സീറ്റിനടുത്ത് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനുള്ള ശക്തമായ നിലപാടായിട്ട് നിൽക്കുകയാണ്. സന്ദീപ്, ശ്രീ അരുൺ, LDFന്റെ രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മലബാറിലൊരു ചൊല്ലുണ്ട്, അച്ഛൻ തെങ്ങുമ്പത് വീണു ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മലബാറിലെ ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ LDFന്റെ അവസ്ഥ. അതുകൊണ്ട് അടിത്തറ നഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട. രണ്ട്, ഇവരുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രത്തോളം മോശക്കാരനാണ് എന്ന് അവർക്ക് ബോധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഈ സ്വർണം മുഴുവൻ ഇപ്പം ഈ അടുത്ത് പോലും എടുത്തു കൊടുത്ത ആരാണ്? കൊണ്ടുപോയിട്ട് നേരേക്ക് കൊണ്ടുപോകാൻ മോനെ എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാക്കി എടുത്തു കൊടുത്ത ആരാണ്? അപ്പോൾ CPM-ലെ നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റുന്നത്? എന്നിട്ട് പണ്ട് എപ്പോഴോ പോയി സോണിയാഗാന്ധിയെ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ കൂടെ ഫോട്ടോ എടുത്ത് പറഞ്ഞു അത് മുഴുവൻ ഞങ്ങളെ തലയിൽ കിടന്നു നോക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും ഞങ്ങളുടെ ഭരണകാലത്ത് ഒരു കാലഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ല ഒരാൾക്കും ശബരിമല ഇതുപോലെ ഒരു മോഷണം നടത്താൻ ഞങ്ങളുടെ ഭരണകാലത്ത് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. വളരെ സത്യസന്ധമായും സുതാര്യമായിട്ടും ആ കാലത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. മുസ്തഫ, ഈ ഇപ്പൊ പറഞ്ഞ CPM-ന്റെ 2 നേതാക്കളുടെ കൂടെ ജയിലിൽ കിടക്കുന്ന വേറെ ഒരു 7 പേരുണ്ട്. അവരെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉയർന്ന പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാം അവിടുത്തെ INTUC യൂണിയന്റെ നേതാക്കളായിരുന്നു. UDF ആളുകളുമെല്ലാം കോൺഗ്രസ് സംഘടനയുടെ നേതാക്കളാണ്. ഒരു പച്ചക്കള്ളമല്ല, രേഖകളല്ലേ. ബാബു ആരാണ് പറഞ്ഞോട്ടെ? ബാബു CPI CIT ആണോ? ആരാണ് എന്നുള്ളത് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ അനുഭവങ്ങൾ നിൽക്കുകയാണ്. അവിടുത്തെ കോൺഗ്രസ് സംഘടനയുടെ നേതാക്കൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉള്ളിൽ കിടക്കുന്നു, മുൻ MLA ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഉള്ളിൽ കിടക്കുന്നു. നിങ്ങളുടെ ഗുരുദാസിന്റെ APS ആയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു കിടക്കുന്നു. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത് കേരളത്തിൽ ജനങ്ങൾ കാണുന്നില്ലേ? എന്റെ മുസ്തഫ ഇതെല്ലാം CPM-ന്റെ CIT-ന്റെ നേതാക്കന്മാരാ. അരുൺകുമാർ കഴിഞ്ഞ ദിവസം മാപ്പ് പറയേണ്ടി വന്നില്ലേ ഓരോ കള്ളത്തരം പറഞ്ഞിട്ട്? നിങ്ങളിപ്പോ കോൺഗ്രസിലെത്തി, അവിടെ പഴയ RSS-ലുള്ളതുപോലെ വ്യാജ പ്രചരണം ഇനിയും നടത്തരുത്. വാസുവിനോട് പറഞ്ഞാൽ മതി. അത് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം OK വാസുവിനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അശോകനോട് പറഞ്ഞാൽ മതി. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഒറ്റ മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഡോക്ടർ ജി ഗോപകുമാർ, 2010-ലെ കണക്ക് റെഫറൻസ് ആയിട്ട് എടുത്താൽ അതൊരു വലിയ സ്ഫോടനാത്മകമായ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അന്ന് പോലും 2 വോട്ടിന്റെ മാത്രമാണ് ഭൂരിപക്ഷം UDF-ന് കിട്ടിയത്. പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ BJP ഇന്ന് ശക്തമാണ്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അത് UDF-നുള്ളിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ ഗോപകുമാർ? ചോദ്യം ഒന്നുകൂടെ പറയാം. അതായത് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, ഇക്കുറി നേടിയതിനേക്കാൾ വലിയ വിജയം UDF നേടിയിട്ടും നിയമസഭയിലെത്തിയപ്പോൾ 2 സീറ്റിന്റെ ആനുകൂല്യമേ ഉണ്ടായുള്ളൂ. പക്ഷേ അന്ന് BJP വലിയ കക്ഷിയായിരുന്നില്ല. ഇന്ന് BJP അവഗണിക്കാനാവാത്ത വിധം 15% വോട്ട് ഷെയർ വാങ്ങുമ്പോൾ ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ UDF-ന്? അല്ല, അത് 2010-ലെ സാഹചര്യത്തിൽ 11-ൽ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ ആത്മവിശ്വാസം അതിര് കടന്നതിന്റെ ഫലമായി UDF-നകത്തുള്ള നേതാക്കന്മാർ തമ്മിൽ പരസ്പരം തോപ്പിച്ചതുകൊണ്ട് കൂടിയാണ് അന്ന് 2 സീറ്റിലേക്ക് UDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞുപോയത്. അതാണ് അന്ന് ഒരു വശത്ത് നടന്നൊരു ചരിത്രം. അതാണ്. അല്ലാതെ വളരെ പെട്ടെന്ന്
UDF താഴോട്ട് പോയതല്ല, തമ്മിലടി കാരണം പോയതാണ്. അത് ഇനി അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചർച്ചാ വിഷയം. ഒരുപക്ഷെ നമുക്കത് വേറൊരു സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഡോക്ടർ ജിഗോപകുമാർ, താങ്ക് യു VPP മുസ്തഫ, താങ്ക് യു സന്ദീപ് വാര്യർ, താങ്ക് യു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്ക് യു AK അനുരാജ് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.